നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണംവള്ളി നൂറുദ്ദീൻ സാഹിബ് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ബോർഡും പതാകയും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസം സംഘടിപ്പിച്ചു. KPCC അംഗം വി സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ കണ്ണംവള്ളി നൂറുദ്ദീൻ സാഹിബ് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നെയിം ബോർഡ് എടുത്തുകൊണ്ടുപോവുകയും കോൺഗ്രസ് പതാക നശിപ്പിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണ്ണംവള്ളിയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. KPCC അംഗം വി സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംഗമങ്ങൾ, പ്രതിഷേധ റാലികൾ എന്ന് വേണ്ട, നിരന്തരമായി ഈ പഠന കേന്ദ്രം വരുന്നതിനു മുൻപേയും ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു സത്യമുണ്ട്. അതിന്റെ പരിണതഫലം എന്നുള്ള നിലയിൽ സന്തോഷ് ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് പലപ്പോഴും മർദ്ദനമേൽക്കുകയും ആ മർദ്ദനത്തിന്റെ ഫലമായി സഹിക്കാൻ കഴിയാതെ കുറെ ആളുകൾ അതിനെതിരെയും നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ഞാനിവിടെ വിസ്മരിക്കുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഹാനികരമാണ് എന്ന് മനസ്സിലാക്കിയ പ്രവർത്തകർ ഇപ്പോഴേ ഇത്തരം പ്രയാസപൂർണമായ, മാനസികമായി ക്ഷതമേൽപ്പിക്കുന്ന പ്രവർത്തനത്തെ മന്ദീഭവിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഗാന്ധിജി നമുക്ക് നൽകിയ നിർദ്ദേശം, സമര പാരമ്പര്യം, സമര പരിപാടി, ആ പരിപാടിയുടെ ഭാഗം എന്നുള്ള നിലയിലാണ് ഏറ്റവും വലിയ ഒരു സമരമാർഗം എന്നുള്ള നിലയിൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉപവാസ സമരം തന്നെ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു പി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സന്തോഷ് കണ്ണംവള്ളി, കണ്ടോത്ത് ഗോപി, തേജസ് മുകുന്ദ്, രാജൻ കല്ലുമ്മൽ, ഷിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് ബൂത്ത് പ്രസിഡന്റ് KP പ്രമേഷ് സ്വാഗതം പറഞ്ഞു. CPM-കാരാണ് ബോർഡുകൾ എടുത്തുകൊണ്ടുപോവുകയും പതാകകൾ നശിപ്പിക്കുകയും ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഒരു അക്രമ സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇങ്ങനൊരു സംഭവം നമുക്ക് അരങ്ങേറേണ്ടി വന്നത്. രാത്രി കാലങ്ങളുടെ മറവിൽ CPM നടത്തുന്ന അക്രമ പരമ്പരകൾ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയമായി അതിനെ ഉപരോധിക്കേണ്ട കടമ കണ്ണംവള്ളിയുടെ കോൺഗ്രസ് പ്രവർത്തക സമഗ്ര ന്യൂസ് പാനൂർ.